ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ഫാനിൻ്റെ കരപ്പ് കാരണം ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. രാവിലെ തന്നെ എണീക്കുമ്പോൾ ഫുൾ മോട്ടിവേഷനൊക്കെ ഉണ്ട്. സം തിങ്സ് ആർ നോട്ട് വർത്ത് ആൻഡ് നോ, സം തിങ്സ് യു നീഡ് നോട്ട് ടു. കേട്ടല്ലോ, അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളിതൊക്കെ പാലിച്ചിവിടെ നിന്നാൽ മതി. അപ്പം ഇന്ന് ഇവിടെ തേഴ്സ്ഡേ ആയിട്ട് ഇന്നിവിടെ ഈദ് കാരണമുള്ള ലീവാണ് നമുക്കിവിടെ. ഓക്കെ, നമ്മുടെ കോളേജിൽ ഇന്നാണ് ലീവ് കിട്ടിയത്. അപ്പോൾ ലീവുള്ള ദിവസം നമുക്ക് ട്യൂസ്ഡേ ലീവായിരുന്നു. ഉഗാദി കാരണം ഏതൊരു കൊച്ചു കടന്ന് കറിയുന്നുണ്ടാണ്. ഉഗാദി കാരണം ട്യൂസ്ഡേ ലീവായിരുന്നു. പക്ഷേ ഈ 2 ദിവസവും എനിക്ക് പ്രാക്ടീസ് ഉണ്ടാകും. ഞാൻ കോളേജിലല്ല കേസ്, മറ്റേ സംഭവം എൻ്റെ ചേച്ചിയുടെ പരിപാടി കഴിഞ്ഞ് ഞാൻ അന്ന് രാത്രി ഞാൻ തിരിച്ച് ബാംഗ്ലൂരേക്ക് വന്നിട്ടുണ്ട്. കാരണം ബാംഗ്ലൂരിൽ കോളേജും അറ്റൻഡൻസും എല്ലാം സീനാണ്. എല്ലാം അയ്യോ, അറ്റൻഡൻസ് കിട്ടണം, അത് വേണം, ഇത് വേണം, എക്സാം, അറ്റൻഡൻസ്, പ്രസൻറ്റേഷൻ എല്ലാം കൂടെ ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നതാണ്. ഞാൻ അന്ന് തന്നെ തിരിച്ച് ബാംഗ്ലൂർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സമയത്താണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫെയർവെൽ വരികയാണ്. ഓക്കെ, കഴിഞ്ഞല്ലേ, എൻ്റെ 2ാമത്തെ ഫെയർവെല്ലും ക്രൈസ്റ്റാണ്. ഫെയർവെൽ വരികയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഡാൻസ് ഉണ്ട്, നമ്മുടെ ആ സെയിം ഡാൻസ് ടീം തന്നെ. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസിനായിട്ടാണ് പോണത്. അപ്പോൾ ട്യൂസ്ഡേയും വെനസ്ഡേയും തേഴ്സ്ഡേയും ഒക്കെ എല്ലാ ലീവും രാവിലെ 9 മണിക്ക് കെട്ടിയും പറക്കി എടുത്തിട്ട് കോളേജിൽ പോയിട്ട് വൈകുന്നേരം ഇങ്ങനെ ചത്തിട്ടൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവും. അപ്പോൾ ഓർത്ത് ഇന്നത്തെ ദിവസം നിങ്ങളെ കാണിക്കാതെ ഒരുത്തി ഇവിടെ സുഖകരമായിട്ട് ഉറങ്ങുകയാണ് കേസ്. എനിക്കിങ്ങോട്ട് സഹിക്കുന്നില്ല, പോയിട്ട് തല്ലി എണീപ്പിച്ചാലും. കണ്ടോ, ഞാൻ പറയുന്നൊന്നും കേൾക്കുന്ന പോലും ഇല്ല, അത്ര ഉറക്കമാണ്. ഞാനിപ്പോൾ വിളിച്ചിങ്ങനെ തട്ടിയിട്ട് ഒന്ന് എണീക്കട്ടെ എന്ന് ഓർത്തിട്ട്, പക്ഷെ എണീക്കുന്നില്ല കേസ്. നല്ല ഉറക്കം കണ്ടോ, തല മാത്രം പുറത്ത് കാണുന്നുണ്ട്. 5:30. അപ്പോൾ നമുക്കെന്തായാലും പോയി എന്തെങ്കിലും ഓടിപ്പോയി ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിച്ച് നേരെ പ്രാക്ടീസിന് പോകും, അല്ലെങ്കിൽ നമ്മൾ തളർന്നിങ്ങനെ കിടക്കും. അതുപോലെ തന്നെ ഇന്ന് ഈ സംഭവം കൂടെ ഉണ്ട്. നമ്മുടെ ബിഹൈൻഡ് ദ സീൻസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മീഡിയ ടീമും വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളോട് എല്ലാവരും ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഇടാനാണ് പറഞ്ഞത്. എൻ്റെ അടിയിൽ ബ്ലാക്ക് പാൻസ് ഇല്ലാത്ത കാരണം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ട് ബ്ലാക്ക് പാൻസ് ഉണ്ട്, ഒരു ബ്ലാക്ക് ടോപ്പ് ഉണ്ട് കേസ്. നിൽക്ക്, ബ്ലാക്ക് ടോപ്പ് ഉണ്ട്, പക്ഷെ ബ്ലാക്ക് പാൻറ് ഇല്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ക്രീം പാൻസ് ആണ് ഇട്ടേക്കണത്. അതുകൊണ്ട് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നു, ബ്ലാക്ക് പാൻറ് ഒരു ഫ്രണ്ടിനോട് ചോദിച്ചു, അവൻ കൊണ്ടുവരും. അപ്പൊ അതെടുത്ത് ഇടുന്നു. പിന്നെ ഷൂട്ട് ചെയ്യാൻ വരുന്ന സമയത്ത് നമ്മൾ എനർജി പരമായിട്ട് ഷൂട്ട് ചെയ്യുന്ന പോലെ കാണിക്കുന്നു. അതാണ് സംഭവം. കാരണം ഈ ഡാൻസ് നല്ല എനർജി വേണ്ട പാട്ട് ഏതായിരിക്കും നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കുക. ഓക്കെ, നല്ല എനർജി വേണ്ട ഒരു പാട്ടാണ്, തമിഴ് പാട്ടാണ്. ഇത്രയും 2 ക്ലൂ. അപ്പം ആ എനർജിയിൽ കളിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ ആയിപ്പോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എനർജി സ്റ്റോർ ചെയ്യണല്ലോ. അപ്പൊ നമുക്ക് പോയി ഫുഡ് കഴിച്ചിട്ട് കോളേജിൽ പോവാം. നമ്മൾ ഇതുണ്ടോ, ഇതാണ് BBMP വേസ്റ്റ് രാവിലെ വരും കേട്ടോ, ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ. അപ്പോഴത്തേക്കും നമ്മൾ വേസ്റ്റ് എടുത്ത് വെക്കണം. അങ്ങനത്തെയൊക്കെ സംവിധാനങ്ങളാണ് ഇവിടെ, നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെ. അപ്പം ഇഡ്ഡലി ആയിരുന്നു, ഇഡ്ഡലി സാമ്പാറും ചട്നിയും. അപ്പോൾ അതൊക്കെ കഴിച്ചു. കാരണം ഇന്ന് ലീവായ കാരണം എല്ലാവരും കിടന്ന് ഉറങ്ങുവാണ്. എന്നെപ്പോലെ നമ്മളൊക്കെ ഉള്ള കുറച്ച് പേരേ ഉള്ളൂ രാവിലെ എണീറ്റ് വന്നേക്കുന്നത്. 5:30 കാണിച്ചില്ല, പൂത്ത ഉറക്കമാണ്. അപ്പോൾ നമുക്ക് കോളേജിൽ പോകാൻ എന്തായാലും ID കാർഡൊക്കെ ഇട്ട് ബ്ലാക്ക് എടുക്കണം. അവൻ്റെ അടുത്ത് പോയി കണ്ട് അവനോട് ചോദിച്ചൊക്കെ സെറ്റാക്കണം. ലീവാണെങ്കിലും സെക്യൂരിറ്റി അവിടെ എന്തായാലും ഉണ്ടാവും. കാരണം നമ്മളെ പിടിക്കണമല്ലോ, നമ്മളെങ്ങനെ ഉള്ളിക്കയറുന്നൊക്കെ നോക്കണമല്ലോ. നമ്മൾ കറക്റ്റ് 9 മണിക്ക് എത്തിയില്ലെങ്കിൽ പണിഷ്മെൻറ്റ് ചേച്ചിനെ ഓർമ്മയില്ലേ? പണിഷ്മെൻറ്റ് തരും. ഇന്നലെ എനിക്ക് 5 മിനിറ്റ് പ്ലാൻ കാണാൻ തന്നത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കയറി ഇറങ്ങും. അവരൊന്നും നീ മൈൻഡ് കണ്ടിട്ടും കണ്ട. അപ്പം പണിഷ്മെൻറ്റ് ചേച്ചി ഇത്രയേ ഉള്ളെങ്കിലും അവൾ നന്നായി പണിഷ്മെൻറ്റും. ഇവന് ഒരു മിനിറ്റ് ആയിട്ടുള്ളൂ കേട്ടോ, എനിക്ക് 5 മിനിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഇതാടാ, ചുണ്ടിന്റെ തൊലിയാ. ഓക്കെ, അപ്പൊ ശരി. വന്നിട്ടില്ല പ്രാക്ടീസിന്, ആരും വന്നിട്ടില്ല. നമ്മളാണ് ആദ്യം. അതെ, ആരാണോ ലേറ്റ് ആവുന്നത് അവർക്ക് അപ്പ പണിഷ്മെന്റാ. നീ കൊടുക്കില്ല. ഇവനാണ് ഒരു ലീഡർ കേട്ടോ, ഞാൻ ലീഡറല്ല. ഇവനും മറ്റേ പണിഷ്മെന്റ് ചേച്ചിയുമാണ്. പണിഷ്മെന്റ് ചേച്ചിയുടെ പേര് സഞ്ജന എന്നാണ് കേട്ടോ. ഇവർ 2 ലീഡേഴ്സ്. നീ പണിഷ്മെന്റ് കൊടുക്കില്ലേ? ഇന്ന് അടിയാ. എന്നെ കൊണ്ട് പ്ലാങ്ക് ചെയ്തവരെ നമ്മൾ ഓക്കെ. സഞ്ജന ലേറ്റ് ആവില്ല, കറക്റ്റ് 9 വരും. 9 സെക്കൻഡിൽ എത്തും. സഞ്ജന ലേറ്റ് ആവില്ല കേസ്. സഞ്ജന ലേറ്റ് ആയാലും കുഴപ്പമില്ല, പാവം. അവളുടെ ടീമൊക്കെ മൊത്തം നോക്കുന്നില്ല. അവൾ ലേറ്റ് ആയാലും കുറച്ച് സോപ്പിടാം. അവളെന്തായാലും കാണുമോ? അവളെന്തായാലും കാണും, കുറച്ച് സോപ്പിടാം. പക്ഷെ ബാക്കി വരട്ടെ. അതാ 2 പേര് വരുന്നുണ്ട്, 3 പേര് വരുന്നുണ്ട്.
ഓക്കെ ഞങ്ങളിരുന്ന് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഇവരൊക്കെ വന്നു കേട്ടോ. കാരണം ഇവരൊക്കെ കോളേജിനുള്ളിൽ തന്നെ ഓൾറെഡി ഉണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ച് ഇവരെന്തോ പ്രോഗ്രാമിന് വേണ്ടി കോളേജിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പണിഷ്മെൻറ്റ് ചേച്ചി സഞ്ജന എത്തിയിട്ടുണ്ട്. അവളും പറഞ്ഞ പോലെ കറക്റ്റ് 9 മണിക്ക് മുമ്പ് തന്നെ എത്തി ഗൈസ്. എല്ലാവരും എത്തി. ഇന്ന് ആ കൂടെ 2 പേർക്ക് മാത്രമേ പണിഷ്മെൻറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അത് ചെറിയൊരു പണിഷ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ബ്ലാക്ക് ഒക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. പണിഷ്മെന്റ് ചേച്ചി കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഇവരെയും കൊണ്ട് പണിഷ്മെന്റ് ചെയ്യിപ്പിക്കുന്നു. ബ്ലാക്ക് ആയിരുന്നു അത്. ചെയ്തോ? അങ്ങനെ സ്ട്രെച്ചിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു വാമപ്പ് പോലെ നമ്മൾ വർക്കൗട്ട് ചെയ്യുമല്ലോ. അപ്പോൾ ഈ വാമപ്പിന് വരെ ഇടയ്ക്ക് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാൾക്കൊരു പാട്ടിട്ട് കൊടുത്തിട്ട് അയാളോട് കൊറിയോഗ്രാഫി ചെയ്യാൻ പോലും മുന്നിൽ അതിൻ്റെ ബാക്ക് നമ്മളെല്ലാവരും അവരെ ഫോളോ ചെയ്ത് ഡാൻസ് കളിക്കണം. അതാണ് മിക്ക സമയത്തും ഉണ്ടാവുന്നത്. അപ്പോൾ തന്നെ 2 പേരെ വിളിച്ചിട്ട് കുറച്ച് മാർത്തെ പെട്ടി ആ സോങ്ങിന് കളിക്കാനാണ് പറഞ്ഞത്. അതിനുശേഷം എൻ്റെ ചാൻസായി. എനിക്കാണെങ്കിൽ പിസ്ത സുമാക്കിറ സോമാരെ ജമാക്കിറയാണ് തന്നത്. അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് ഞാൻ ഓടി വാഷ്റൂമിലേക്ക് വന്നതാണ്. അപ്പം ഇനി യൂഷ്വലി 9 to 4 ആണ് പ്രാക്ടീസ് ഉണ്ടാവാറ് കേട്ടോ. ഇപ്പോൾ അവരവിടെ ഒരു ആൾ വന്നിട്ടുണ്ടായിരുന്നു 2 ദിവസം. അപ്പോൾ സ്റ്റെപ്പ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം 4 വരെ ഇന്ന് ഉണ്ടാവത്തില്ലായിരിക്കും. കാരണം അതിന് മുമ്പത്തെ ദിവസം ഒരു ദിവസം 4 വരെ നമ്മളെല്ലാവരും ചത്തിങ്ങനെ പോയായിരുന്നു. അപ്പോഴത്തേക്ക് ഇന്ന് പിന്നെ കൊറിയോ കഴിയാറായതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ 4 വരെ ഉണ്ടാവില്ല എന്നാണ് പണിഷ്മെൻറ്റ് ചേച്ചി പറയുന്നത്. പക്ഷേ പണിഷ്മെൻറ്റ് ചേച്ചിയോട് നമ്മൾ ചോദിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഡ്രസ്സ് മാറിയിട്ട് ഇപ്പം ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. ബ്ലാക്ക് പാൻസ് ഉണ്ടായിരുന്നു. ബ്ലാക്ക് പാൻസ് ഇട്ട് വന്നിട്ട് ഇപ്പം ഷൂട്ട് ചെയ്യാൻ പോകണം. വേഗം ഷൂട്ട് ചെയ്ത് തിരിച്ചു വരും. അങ്ങനെ മീഡിയ ടീം ഉണ്ടായിരുന്നു. മീഡിയ ടീം വന്നു. നമ്മുടെ ഇങ്ങനെ ലൈക്ക് ഡാൻസ് ഓവറോൾ കണ്ടിട്ട് ഏതൊക്കെയാണ് നല്ല പോർഷൻസ്, ഏതൊക്കെയാണ് അവർക്ക് വേണ്ടിയിട്ട് ഒരു മെന തോന്നുന്ന പോർഷൻസ് നോക്കിയിട്ട് അത് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ആഫ്റ്റർ മൂവി പോലെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അതാണെന്നാണ് എൻ്റെ ഒരു അസംഷൻ. അതിന് വേണ്ടിയിട്ടാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ നല്ല ഇങ്ങനെ സ്നിപ്പറ്റ്സ് ഒക്കെ കിട്ടി നമ്മൾ ലൈക്ക് പെർഫോമൻസ് ഡേൻ്റെ അന്നും അവർ വീഡിയോ എടുക്കും. അപ്പോൾ എല്ലാം കൊണ്ട് വീഡിയോയുടെ ഒരു ചാകരയാണ്. അതാണ് ഞാൻ ബേസിക്കലി പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത് ലൈക്ക് ഓരോരോ സെക്ഷൻസ് ആയിരുന്നു. ഞാൻ മിക്ക സെക്ഷനിലും ഇല്ല ഗൈസ്. ഞാൻ മിക്ക സെക്ഷനിലും ഇല്ല. കാരണം ഫോർമേഷൻസും പ്രോപ്പറായിട്ടുള്ള ലിഫ്റ്റ്സും അങ്ങനെയൊക്കെ എടുത്ത് ഞാൻ ആരും ലിഫ്റ്റൊന്നും ചെയ്യുന്നില്ല ഗൈസ് ഈ ഡാൻസിൻ്റെ അകത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ നോക്കുത്തിയായി കുറച്ച് നേരം അങ്ങോട്ടും കൂടെ നോക്കിയിരുന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ കുറച്ച് നേരം അങ്ങോട്ടും കളിയാക്കി കുറച്ച് നേരം കണ്ടുകൊണ്ടിരുന്ന് എൻ്റെ സ്റ്റെപ്പ് വരുമ്പോൾ ഞാൻ കളിക്കും. എന്നിട്ട് ഞാൻ പറയുന്നു ഫോണും കുത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ പ്രാക്ടീസ് കഴിഞ്ഞു. എന്നിട്ട് ഇതാണ് പ്രാക്ടീസ് കഴിഞ്ഞത്. ലിപ്സ്റ്റിക് ഇട്ടു. ഇതാണ് പ്രാക്ടീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിനി പോയി നീ ഇത് എത്ര കുപ്പിയാണ് വെച്ചത്? 20 കുപ്പിയോ? ഇവിടെ അത്ര ചൂടാണ്, ഒന്നും പറയില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് പിരിയും. എന്നിട്ട് ഇവിടെ ഡെസർട്ടേഷൻ ചെയ്യും. നീയും ഞാൻ. ഓക്കെ. അങ്ങനെ നമ്മൾ പ്രാക്ടീസ് കഴിഞ്ഞ് ഞാൻ വാട്ടർമെലൺ ജ്യൂസ് കുടിച്ചു കേട്ടോ. പിന്നെ മാംഗോ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. പിന്നെ അത് തൈരും വാങ്ങിയിട്ട് നമ്മളിപ്പോൾ പോവാണ്. ഇനി പോയിട്ട് ഫുഡ് കഴിക്കണം. ബീച്ചിൽ പോയിട്ട് ചോറും ചിക്കനും തൈരും കഴിച്ചിട്ട് മോളിൽ പോവാം. വെയിൽ ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. ഭയങ്കര വെയിലാണ്. മനുഷ്യൻ നമ്മൾ ടാനായി പണ്ടരടങ്ങിപ്പോവും. ഒരാളിപ്പോൾ തിരിഞ്ഞു നോക്കില്ല ഞാൻ എന്തായി പറയണമെന്ന്. അപ്പോൾ നമ്മൾ പി ജി എത്തി. പി ജിയിലേക്ക് പോകാം. ചത്തേ. അപ്പോൾ നമ്മൾ ഫൈനലി തിരിച്ചെത്തി റൂമിൽ. ചോറും സാമ്പാറും ചിക്കനും തൈരും ആസ് യൂഷ്വൽ. പിന്നെ അത് ഇവിടെ ഇരുത്തി എണീറ്റിട്ട് പണി എടുത്തോണ്ടിരിക്കുക. അതെന്താ ക്യാമറയ്ക്ക് ഒരു ക്ലാരിറ്റി കുറവുണ്ടല്ലോ. കുറച്ചുകൂടെ കാണാം.
അപ്പോഴത്തേക്ക് അവളവിടെ ഡെസിറ്റേഷൻ ഫോർമാറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിലും ഡെസിറ്റേഷൻ പണിയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിങ്ങനെ നടക്കുവാണല്ലോ ഡാൻസ് എന്നിട്ട് അത് ചെയ്യണം. അപ്പോൾ ഡെഡ്, വി ആർ ദ ഡെഡ് അളിയ. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പോവും? നമ്മളിപ്പം ഫുഡൊക്കെ കഴിച്ച് ഒന്ന് മേലെ കഴുകണം എന്നുണ്ട്. അതിന് ശേഷം പിന്നെ ഇന്ന് നമുക്ക് 2 സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ആവേശം വർഷങ്ങൾക്ക് ശേഷം. അത് ഞാൻ വേറൊരു വ്ളോഗായിട്ട് എടുത്തായിരിക്കും. 2 അടിപൊളി സിനിമയാണ്. അപ്പോൾ 2 സിനിമയും കൂടെ ഒരുമിച്ച് കാണാൻ പോകാനാണ് പ്ലാൻ. അടുപ്പിച്ചിങ്ങനെ തലയിൽ ബ്രെയിനൊക്കെ ഫ്രൈ ആവണം. അതാണ് നമ്മുടെ എയിം. അപ്പോൾ എനിക്കിഷ്ടം കേട്ടോ ഒരേ സിനിമ, ലൈക്ക് നല്ല 2 സിനിമകൾ ഇറങ്ങി കഴിഞ്ഞാൽ ഒരേ ദിവസം തന്നെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ അതിന് എക്സൈറ്റഡ് ആണ്. എന്തിനേക്കാട്ടും ഇപ്പോൾ ഡെസർട്ടേഷനൊക്കെ പോകുന്ന അതിനാണ് എക്സൈറ്റഡ്. ഡെസർട്ടേഷൻ ഒന്നും വേണ്ട, സിനിമയ്ക്ക് പോയാൽ മതി 7 മണിക്കെന്നാണ്. അപ്പോഴത്തേക്ക് എല്ലാം റെഡിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങി എണീറ്റൊക്കെ ഫ്രഷ് ആയിട്ട് വേണം സിനിമയ്ക്കാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ച റെഡിയാവല്. അപ്പോൾ നമുക്ക് എന്തായാലും ടൈം ടേബിളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ടാറ്റ ബാബ. ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ഒരു അവധി ദിവസത്തിൽ നമ്മൾ പ്രാക്ടീസൊക്കെ ചെയ്ത് എല്ലാം ഔട്ട്കം അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് ഞാൻ ഡാൻസ് വീഡിയോ ഇടുന്ന അറിയാമല്ലോ, അടിപൊളിയായിരിക്കും, മരണമാസായിരിക്കും. അപ്പം അത് തന്നെ. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. അപ്പം ടാറ്റ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.